വെൽക്കം ടു കൗല സെലിബ്രിറ്റി കിച്ചൺ മാജിക്. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കപ്പ കൊണ്ടുള്ള വിഭവങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ കപ്പ വിശേഷങ്ങൾ തീർന്നിട്ടില്ല, ഇനിയും ഒരുപാട് കാഴ്ചകൾ ബാക്കി. എൻ്റർടൈൻമെൻറ്റ് സോൺ വിശേഷവും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കാണുക, ആസ്വദിക്കുക. അസ്സലാമലൈക്കും. സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിൽ ഇനി എത്രാമത്തെ റൗണ്ടാണെന്നറിയോ? 1, 2, 3 ഇന്ന് 4ാമത്തെ റൗണ്ടാ. എനിക്ക് 3rd കിട്ടി, പിന്നെ ഫസ്റ്റ് കിട്ടി. പിന്നെ പ്രൈസും സമ്മാനമൊന്നും അതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എന്നാലും ഞാൻ തരുന്ന ഐറ്റം വെച്ചിട്ട് നല്ലൊരു വിഭവം ഇവിടെ റെഡിയാക്കുന്നുണ്ട്. ഇതുവരെ റെഡിയാക്കിയതെല്ലാം തലശ്ശേരി സ്പെഷ്യലാണ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് തലശ്ശേരിയിൽ വളരെ വളരെ വേണ്ടപ്പെട്ട ഒരു സ്നാക്സ് ആയിട്ട് കൂട്ടാം. കപ്പ കൊണ്ടുള്ള വിഭവം തന്നെയാണ്, സ്നാക്സ് ആയിട്ട് കൂട്ടാം. ടപ്പിയോക്ക. ടപ്പി നോക്കാന്നല്ല, കപ്പ. കപ്പ കൊണ്ട് നമുക്ക് കോഴിക്കാൽ, കോഴിയുടെ കാല് പോലെ വിത്തൗട്ട് കോഴി ഒരു കോഴിക്കാല് ഞാനിവിടെ റെഡിയാക്കാൻ പോകുന്നുണ്ട്. അതിന് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വളരെ ശ്രദ്ധിക്കണം. കപ്പ വേണം, കടലമാവ്, അരിമാവ്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, മല്ലിച്ചെപ്പ്, അത്യാവശ്യം വേണ്ടത് കറിവേപ്പില, കായപ്പൊടി, ഉപ്പ്, മുളക് പൊടി. ഓക്കെ, ഇത്ര ഐറ്റംസ് ആണ് നമുക്ക്. പിന്നെ ഓയിൽ വേണം, അതെല്ലാവർക്കും അറിയാലോ പൊരിക്കാൻ വേണ്ടിയിട്ട്. കോഴിക്കാലിന് വേണ്ട ഐറ്റംസ് ഇത്രയാണ്. ഇതെങ്ങനെയാണ് റെഡിയാക്കണം എന്നുള്ളത് ഓരോന്നായിട്ട് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ശ്രദ്ധിച്ചിരിക്കണം. പിന്നെ കപ്പ നമുക്ക് ആവശ്യത്തിന്, ഇപ്പം നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുന്ന അനുസരിച്ച് എങ്ങനെയാലും കുഴപ്പമില്ല, അത്യാവശ്യം വേണ്ട രീതിയിൽ കപ്പ എടുക്കണം. എന്നിട്ട് കപ്പ ഏകദേശം ഈ നീളമെങ്കിലും കപ്പയ്ക്ക് കോഴിക്കാലിന് കിട്ടണം. ഇതിന് നീളമൊന്നും കുഴപ്പമില്ല. കപ്പ കട്ട് ചെയ്തതിന് ശേഷം അത് നേരിയതായിട്ട് ഞാൻ ആക്കിയതുപോലെയാണ് ഇതേപോലെ കട്ട് ചെയ്യും. കണ്ടല്ലോ കട്ട് ചെയ്തെങ്ങനെ? ഈ വണ്ണമുള്ള കപ്പിനെ ഈ സൈസ് ആക്കണം. ഇതേപോലെ ചെറുതായിട്ട് അരിയണം. തുമ്മിലേ ദിൽ ഖിലേ और जीने को क्या चाहिए, आहो दूहदास मेरे आस पास मेरे होंगे जिंदगी भर, आहो दूहदास मेरे आस पास मेरे होंगे जिंदगी भर, सारे संसार का प्यार मैंने तुझे में पाया, तुम मिले दिल खिले और जीने को क्या चाहिए. പാട്ട് കേട്ട് ക്യാമറ വരെ വീണുപോയി. എനിക്ക് 2 ദിവസമായിട്ട് റിയാലിറ്റി ഷോയിൽ പാടി റിയാലിറ്റി ഷോ എന്ന് വെച്ചേ 2 ദിവസം കൊണ്ട് പാടി ശബ്ദം എല്ലാം പോയി. ഓരോ റൗണ്ടിലും പാട്ട് പാടുമ്പോൾ എൻ്റെ കാര്യം ഗോവിന്ദ. സജിതയുടെ പാട്ട് കേട്ടിട്ട് അസൂയ തോന്നിയിട്ടായിരിക്കും, കണ്ണ് വെച്ചതായിരിക്കും. സജിത, ഞാൻ കേൾക്കുന്നുണ്ടല്ലേ? കണ്ണ് വെച്ചതായിരിക്കും പാട്ട് കേട്ടിട്ടേ. വീട്ടിൽ ചെന്നിട്ടേ ഉമ്മയോട് പറഞ്ഞിട്ട് ഉപ്പും കുരുമുളകും ഒന്ന് ഒഴിഞ്ഞിടാൻ പറയൂ. അല്ലേ ചീ, ഞാൻ പറഞ്ഞേക്കാം. സത്യം പറഞ്ഞാൽ ഈ റൗണ്ടിൽ ഒരുപാട് പാട്ട് പാടണമെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വന്നതാ. പക്ഷെ എൻ്റെ ശബ്ദം എന്ത് ചെയ്യാനാ? പ്രേമഗീതം എന്നുമെൻ മൗനങ്ങൾ ലാലിക്കും ഉന്മാദം, അമ്പാടി പൂങ്കുയിലേ പാടുമഞ്ചൻ പൂങ്കുയിലേ, അമ്പാടി പൂങ്കുയിലേ പാടുമഞ്ചൻ പൂങ്കുയിലേ, കറുത്ത ചന്ദ്രികയിൽ കാളിന്തി തീരത്ത്, കറുത്ത ചന്ദ്രികയിൽ കാളിന്തി തീരത്ത് വരുമോ നീ കണ്ണു കാണാൻ, കുറുമൊഴികൾ പൂച്ചൂടും. പാട്ടും പാടി നിന്നാൽ ഒരു പണി നടക്കൂല പലപ്പോഴും പറയും. പക്ഷെ എന്നാലും ഞാൻ പാടിപ്പോൾ എന്ത് ചെയ്യാനാ? നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് നോക്കാം. എന്തൊക്കെയാണ് നമുക്ക് തയ്യാറെടുക്കണ്ടേ? വെരി ഫാസ്റ്റ്. എല്ലാവരും കഴിയാറായി. ഞാൻ മാത്രമേ പാട്ടും പാടി ഡാൻസ് ചെയ്ത് എന്നാലല്ലേ നിങ്ങളെല്ലാവരും എന്നെ നോക്കിക്കൊണ്ടിരിക്കുള്ളൂ, രസിക്കുള്ളൂ, സന്തോഷിക്കുള്ളൂ, നമ്മുടെ പ്രോഗ്രാം കാണുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം. അടുത്തത് എന്താ? ഓക്കെ, ഒരു ഇഞ്ചി നമുക്ക് ചതയ്ക്കാം. സാധാരണ വീട്ടിൽ ഇഞ്ചി ചതക്കാനുള്ള ഐറ്റംസ് ഒന്നും കിട്ടില്ലെങ്കിൽ ഇതേ ഉള്ളൂ മാർഗം. മിക്സി എടുത്ത്
പിന്നെ അരച്ച് വിരിച്ച് വലിയ പണിയാണ്. നമുക്ക് ചെറുതായിട്ട് ഇഞ്ചി നന്നായിട്ട് ചതക്കണം. ഗ്ലാസ് പൊട്ടൂലല്ലോ ഈ ഐഡിയ. ഇതിനു വേണ്ടി വളരെ ചെറുതായിട്ട് നൈസായിട്ട് അരിയണം. ശരിക്കും ചെറുതായിട്ട് അരിഞ്ഞിടാം. എനിക്കിഷ്ടം ഇതുപോലെ ഇങ്ങനെ ഒടിച്ചിടുന്ന, അതാണ് നാച്ചുറലി നമുക്കതിൽ പറ്റും. പിന്നെ അരിഞ്ഞ് പിടിച്ച് പിന്നെ തിരക്കേണ്ട സമയത്ത് എടുക്കാം. എന്നാൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ആവശ്യത്തിന് വേണം ചേർക്കാൻ. ഇനി ബാക്കിയുള്ള മിക്സിങ് നമ്മൾ മെല്ലെ മെല്ലെ പറയുന്നതായിരിക്കും. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, ഇനി നമുക്കടുത്ത കപ്പ കച്ചിയാം. അതെങ്ങനെ കച്ചിയണമെന്ന് ശ്രദ്ധിക്കണം. അതാണ് ഈ കോഴിക്കാലിൻ്റെ പ്രത്യേകത. അപ്പോൾ കോഴിക്കാലിന് വേണ്ടി എങ്ങനെയാണ് കപ്പ നമ്മൾ കട്ട് ചെയ്യണമെന്ന് വളരെ ശ്രദ്ധിക്കണം. കോഴിക്കാലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കപ്പയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ അതിന് കട്ട് ചെയ്യുന്നതും അതിൻ്റെ വണ്ണം, നീളം ഏകദേശം ഇത്ര നീളം വേണം കപ്പയ്ക്ക്. ഇതെങ്ങനെ കട്ട് ചെയ്യാൻ ശ്രദ്ധിച്ചിരുന്നു. കരളിലെ പൊന്നണി പാടത്തൊരു പഞ്ചാര പനം തത്ത പറന്നു വന്നു. ഒരു പഞ്ചാര പനം തത്ത പറന്നു വന്നു. ഇന്നെൻ്റെ കരളിലെ പൊന്നണി പാടത്തൊരു പഞ്ചാര പനം തത്ത പറന്നു വന്നു. ഒരു പഞ്ചാര പനം തത്ത പറന്നു വന്നു. പുത്തനാം കിനാവുകൾ പൂങ്കതിരണിഞ്ഞപ്പോൾ തത്തമ്മയ്ക്കത് ഞാനും കാഴ്ചവെച്ചു. പുത്തനാം കിനാവുകൾ പൂങ്കതിരണിഞ്ഞപ്പോൾ തത്തമ്മയ്ക്കതു ഞാനും കാഴ്ചവെച്ചു. എൻ്റെ തത്തമ്മയ്ക്കതു ഞാനും കാഴ്ചവെച്ചു. പതിരെല്ലാം കിളി തിന്നാൽ കതിരൊക്കെ ഞാൻ തിന്ന മതി എൻ്റെ കൽവിലിപ്പോൾ ആനന്ദം. അത് മതി എൻ്റെ കൽവിലിപ്പോൾ ആനന്ദം. എന്റെ കൈ വേനിക്കുന്ന ചേച്ചി എത്ര നേരം അറിയാം പാട്ടും പാടി. അയ്യോ അല്ല ചേച്ചി, ഞാൻ ആ പാട്ടെങ്കിലും തീർക്കാൻ പറ്റും. പാട്ടിട്ട് അതാ ഒന്നും ട്രൈ ചെയ്തു അല്ലേ? മലയാളം കുറച്ചൊക്കെ കാണാതറിയാം. ഇങ്ങനെ പാടുമല്ലോ സ്റ്റേജിൽ ഏതെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ മുമ്പ്. ഇപ്പൊ ഒന്നും വരിയെന്ന് പറയില്ല, പക്ഷെ ആദ്യത്തെ വരികൾ മാത്രം എഴുതിയിട്ടുണ്ട്. കാരണം ഇനി കുക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും സമയം പൊക്കെ വേണം. ചിലപ്പോൾ പാടിയതിന് മറ്റേ റൗണ്ടിൽ ഇപ്പോഴും വേറെ സമയമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കറങ്ങി. കഴിഞ്ഞോ ചേച്ചി കുക്കിംഗ്? കഴിഞ്ഞില്ല. ഇനി ഉണ്ടോ? കുക്കിംഗ് അടുപ്പത്ത് വെച്ചിട്ടേ ഉള്ളൂ. എന്താ ഇവിടെ പണി? എന്താ പണി? ചുമ്മാ അല്ലേ, എന്റെ പ്ലേറ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ്. സ്നേഹപ്രകടനമൊന്നുമല്ല. ഒരു പാട്ട് നല്ലതാണ്, നന്നായിട്ട് പാടി. ഇതെന്താ കപ്പയ്ക്കകത്ത് പാട്ട് ഞാൻ പാടിക്കൊണ്ട് സമയത്ത് വന്നിട്ട് കുളവാക്കിയിട്ട് ഒറ്റ പോക്ക്. ഫൈൻ ഫൈൻ. ഞാൻ ഇനി പാട്ട് പാടിക്കൊണ്ട് എൻ്റെ കാര്യം നടക്കൂല. പിന്നെ പാട്ട് പാടാട്ടോ, നമുക്ക് കുറേ സമയമുണ്ട്. ഇതിനിടയ്ക്ക് ഇത്ര പാട്ട് പാടാൻ സമയമല്ലേ കിടക്കുന്നേ. നോക്ക്, എൻ്റെ കൈങ്ങ് ചോന്നു പോയി. ശരിക്കും വേനിക്കുന്നുണ്ട് എനിക്ക്. എന്നാലും നമ്മുടെ ഓഡിയൻസും കഴിക്കണ്ടേ. പോയി കളി. ഇത് നല്ല വല്ല പാറപ്പണിക്കോ കല്ല് കൊത്താൻ പോകുന്നതിൻ്റെ കൈയൊക്കെ എന്ത് വേദനിക്കുന്നു. കപ്പ കൊണ്ടുള്ള വ്യത്യസ്തമായ വിഭവങ്ങളൊക്കെ നമ്മളുടെ സെലിബ്രിറ്റീസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്.
അപ്പോൾ ഇനി ഇവിടുത്തെ വിശേഷം തീരുന്നില്ല, അതുപോലെ തന്നെ എന്റർടൈൻമെന്റ് സോണിലേക്ക് അവിടേക്ക് പോയാലോ? നാവുളിക്കാണ് നാവുളിക്ക് കളിയാ. ചോദിക്കട്ടെ ലക്ഷ്മി ചേച്ചി പറഞ്ഞ തന്നെ പറയും. ഒരു തച്ചൻ തച്ച സഞ്ചി ഒരു ചന്തയിൽ തച്ച സഞ്ചി. 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 ഇത് ഇതേ സ്പീഡിൽ പറയാം. 5 തവണ ഞാൻ ഈ പറഞ്ഞ സ്പീഡിൽ പറഞ്ഞു. ഓക്കെ. തച്ചൻ തച്ച സഞ്ചി ഒരു ചന്തയിൽ തച്ച സഞ്ചി. 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 തച്ചൻ തച്ച സഞ്ചി ഒരു തച്ചൻ തച്ച സഞ്ചി ഒരു ചന്തയിൽ തച്ച സഞ്ചി. തച്ചൻ തച്ച സഞ്ചി ആര് പറയുന്നത്? അങ്ങനെ പറയണം. അതല്ലേ ബ്രേക്ക് ചെയ്യുന്നത്. തച്ചൻ തച്ച സഞ്ചി ഒരു അതിന് എളുപ്പമുണ്ട്. തച്ചൻ തച്ച സഞ്ചി ഒരു ചന്തയിൽ തച്ച സഞ്ചി. തച്ചൻ തച്ച സഞ്ചി ഒരു ചന്തയിൽ തച്ച സഞ്ചി. തച്ചൻ തച്ച സഞ്ചി ഒരു ചന്തയിൽ തച്ച സഞ്ചി. ഇത് എളുപ്പമാണ്. വീണ പറഞ്ഞ അങ്ങനെയാണ്. ഈ സ്പീഡിൽ പറയണം. പറ. തച്ചൻ തച്ച സഞ്ചി ഒരു ചന്തയിൽ തച്ച സഞ്ചി. തച്ചൻ തച്ച സഞ്ചി ഒരു ചന്തയിൽ തച്ച സഞ്ചി. ഇപ്പൊ നോക്കി അവള് പറയണം. പറഞ്ഞു ചേച്ചി പറഞ്ഞത് തച്ചൻ തച്ച സഞ്ചി ഒരു ചന്തയിൽ തച്ച സഞ്ചി എന്നാണ് ചേച്ചി പറയുന്നത്. അങ്ങനല്ല. തച്ചൻ തച്ച എനിക്ക് മിസ്റ്റേക്ക് പറ്റി. സോറി. തച്ചൻ തച്ച സഞ്ചി ഒരു ചന്തയിൽ തച്ച സഞ്ചി. തച്ചൻ തച്ച സഞ്ചി ഒരു ചന്തയിൽ തച്ച സഞ്ചി. അയ്യോ. തച്ചൻ തച്ച സഞ്ചി ഒരു ചന്തയിൽ തച്ച സഞ്ചി. 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 അത്യാവശ്യം ഞാൻ എത്ര പ്രാവശ്യം ഇതിന് നന്നായി ആര് പറയും? തച്ചൻ തയ്ച്ച ഉടുപ്പ് ഒരു ചന്തയിൽ തയ്ച്ച സഞ്ചി. തയ്ച്ചല്ല തച്ച സഞ്ചി. എളുപ്പല്ലേ ചേച്ചി? തച്ചൻ തച്ച സഞ്ചി ഒരു ചന്തയിൽ തച്ചൻ തച്ച സഞ്ചി ഒരു തന്തയിൽ സഞ്ചി ഒരു ചന്തയിൽ തച്ച സഞ്ചി. തച്ചൻ തച്ച സഞ്ചി അല്ല, ഒരു തവണ കൂടെ ഒന്നും കൂടെ ഒരു തച്ച സഞ്ചി. ഒരു കഥാപ്രസംഗമൊക്കെ പറയാൻ വന്നിട്ടില്ല. ഒരു തച്ചൻ തച്ച എന്നാൽ കൂളായിട്ട് പറയാം. ഒരു തച്ച തച്ച പറ്റില്ല. റെഡി? 1 2 3. തച്ചൻ തച്ച സഞ്ചി ഒരു കോൺസെൻട്രേഷൻ കോൺസെൻട്രേറ്റഡ്. തച്ചൻ തച്ച സഞ്ചി ഒരു വേണ്ട. ചന്തയിൽ തച്ച സഞ്ചി. തച്ചൻ തച്ച സഞ്ചി ഒരു ചന്തയിൽ തച്ച സഞ്ചി. തച്ചൻ തച്ച സഞ്ചി സംസ്കൃതമായിരുന്നു. ഇനി ചാരുത പറ. അവള് പിന്നെ മറ്റേ അക്ഷരങ്ങള് അതിങ്ങനെയൊക്കെ ആക്കി കേട്ടോ. വീണ ചേച്ചി ചേച്ചി എന്താ ചേച്ചി ലേറ്റ് ആയി പോയത്? എല്ലാം കൂക്കി എല്ലാം ആയിട്ട് പറയും. പറയും നിനക്ക് പറ്റും. തച്ചൻ തച്ച തച്ചൻ സഞ്ചി ഒരു ചന്തയിൽ തച്ച സഞ്ചി. തച്ചൻ തച്ച സഞ്ചി ഒരു ചന്തയിൽ തച്ച സഞ്ചി. തച്ചൻ തച്ചൻ തച്ച സഞ്ചി ഒരു ചന്തയിൽ തച്ച സഞ്ചി. തച്ചൻ തച്ച സഞ്ചി ഒരു ചന്തയിൽ തച്ച സഞ്ചി. തച്ചൻ തച്ച സഞ്ചി തച്ചൻ തച്ച സഞ്ചി ഒരു ചന്തയിൽ സഞ്ചി അല്ല സഞ്ചി അല്ല സഞ്ചി. തച്ചൻ തച്ച സഞ്ചി ഒരു ചന്തയിൽ തച്ച. ഞാൻ ഫ്രഞ്ച് ആയിരുന്നു. ഞാൻ തന്നെ ജയിച്ചത്. വീണയ്ക്ക് ഒരെണ്ണം കൊടുക്കാം. വീണ പറയണ്ടോ? ആ സൈക്കിൾ റാലി പോലൊരു എന്നോട് എന്തായാലും പറ
സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. 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 സൈക്കിൾ റാലി. ഞാൻ 3 തവണ സ്പീഡിൽ പറഞ്ഞില്ലേ, 5 തവണ പറയാം. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. 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 കുഴപ്പമില്ല. നല്ലൊരു പാട്ട് ഞാൻ പാടിക്കൊണ്ടിരുന്നപ്പോഴാണ് അത് കുളമാക്കിയിട്ട് പോയി. നമുക്ക് അടുത്തൊരു പാട്ട് പാടാം. എനിക്ക് പണി നീങ്ങുന്നില്ല. കല്യാണ രാത്രിയിൽ കള്ളികൾ തോഴിമാർന്നുള്ളി പലതും ചൊല്ലി പിന്നെ മെല്ലെ മെല്ലെ മണിയറയിൽ തള്ളി. കല്യാണ രാത്രിയിൽ കള്ളികൾ തോഴിമാർന്നുള്ളി പലതും ചൊല്ലി പിന്നെ മെല്ലെ മെല്ലെ മണിയറയിൽ തള്ളി. ഓഹോ ഹോ കാണാതിരിക്കുവാൻ ഞാൻ കൊതിച്ചു പിന്നെ കഥകിൻ്റെ പിന്നിൽ പോയി ഞാൻ ഒളിച്ചു. കാണാതിരിക്കുവാൻ ഞാൻ കൊതിച്ചു പിന്നെ കഥകിൻ്റെ പിന്നിൽ പോയി ഞാൻ ഒളിച്ചു. കല്യാണ പിറ്റേന്നു കാണാതിരുന്നപ്പോൾ നീറി. കല്യാണ പിറ്റേന്നു കാണാതിരുന്നപ്പോൾ നീറി. കൽബ് നീറി. ഞാനോ സ്നേഹം കൊണ്ടാളാകെ മാറി. ഞാനോ സ്നേഹം കൊണ്ടാളാകെ മാറി. കല്യാണ രാത്രിയിൽ കള്ളികൾ തോഴിമാർന്നുള്ളി പലതും ചൊല്ലി പിന്നെ മെല്ലെ മെല്ലെ മണിയറയിൽ തള്ളി. ആഹാഹാ ഓഹോ ഹോ. ഞാൻ പാട്ട് പാടിയപ്പോ അഞ്ജന ചേച്ചി എന്തോ പറഞ്ഞു. ഞാൻ മറുപടി പിന്നെ കൊടുക്കാട്ടോ. കുറച്ച് തിരക്കാം. ഈ കത്തിയും കൂടി ഓടിച്ചപ്പോ ജീവനെ പിടിക്കുമോ? ആവോ. അച്ഛൻ കുറച്ച് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇതേ നീളത്തിൽ വണ്ണം പാടില്ല. നമ്മൾ റെഡിയായിട്ട് വെച്ചിട്ട് കുറച്ചും കൂടെ അരിയാം. നല്ല കറക്റ്റ് കിട്ടും. നല്ല ക്ഷമ വേണം കേട്ടോ. വീട്ടിൽ ആർക്കെങ്കിലും കോഴിക്കാലുണ്ടാക്കി കൊടുക്കണമെങ്കിൽ വേഗമൊന്നും നടക്കൂല, കട്ടിങ് മാത്രം. കാദംബരി പുഷ്പസദസ്സിൽ കൗമാരം കോരുത്തതാണീ സജിത മലയാളത്തിൽ കയറി പിടിച്ചിട്ട് തോന്നുന്നു അല്ലേ? കാമമാം കുരങ്ങിൻ മാറിൽ വീണൊഴിഞ്ഞ നീർമാല്യം നീർമാല്യം. കാദംബരി പുഷ്പസദസ്സിൽ കൗമാരം കോരുത്തതാണീ മാല്യം. കാമമാം കുരങ്ങിൻ മാറിൽ വീണൊഴിഞ്ഞ നിർമാല്യം ഞാൻ നിർമാല്യം. കാദംബരി പുഷ്പസദസ്സിൽ. കപ്പ ഒന്നും ആയിട്ടില്ല, സദസ്സിന് പാടിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യാനാ? നാളെ എത്ര അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നോയിക്കോ ഒരുപാട് പാടുപെട്ടത്. കൈയൊക്കെ ചോർന്നു പോയിട്ടുണ്ട്. നമുക്കൊക്കെ ഈ പ്രോഗ്രാമിന് സമ്മാനം കിട്ടിയില്ലേലും ടെൻഷനില്ല. കാര്യം എന്താ വെച്ചാൽ എപ്പോഴും ഷൂട്ടിങ്ങും അഭിനയം മേക്കപ്പ് സ്റ്റൈല് അങ്ങനെ തിരക്കാം. പിന്നെ ഇവിടെയൊക്കെ വരുമ്പോൾ പാട്ട് പാടാം. കുറേ പാട്ടുകൾ നമുക്ക് ഓർഗസ്റ്റായിട്ട് പാടാൻ പറ്റും. ഒത്തിരി ഫ്രണ്ട്സിനെ ഇവിടെ വരുമ്പോൾ കിട്ടുന്നുണ്ട്. കുറേ കാര്യങ്ങൾ പഠിക്കാം. അത് കാരണം സമ്മാനം നമുക്കൊരു പ്രശ്നമല്ല. ചെറിയ കാര്യത്തിൽ പ്രശ്നമുണ്ട് കേട്ടോ. അങ്ങനെ വേണ്ടേ? മധുരം വേണം. അയ്യാ
കോഴിക്കാലിന് വേണ്ട ഐറ്റംസ് ഏകദേശം നമ്മൾ നല്ല ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇതിൽ വേണമെങ്കിൽ ഇനിയും നൈസാക്കിയാലും തെറ്റില്ല. പക്ഷെ എന്നാൽ നമ്മൾ ഇത്രയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചു. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് കപ്പ മീൻ കട്ട്ലേറ്റാണ്. കപ്പയാണ്. അപ്പോൾ ഞാനിവിടെ മീനിന് ഇത് വേവിക്കാൻ വെച്ചു. മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പിട്ട് മീൻ വേവിക്കാൻ വെച്ചാൽ നെന്മീനാണ് വേവിക്കാൻ വെച്ചിരിക്കുക. പിന്നെ അതുപോലെ അത് കപ്പ വെച്ചിട്ടുണ്ട്. കപ്പയും ഒരു 2 ഉരുളക്കിഴങ്ങും വേവിക്കാൻ വെച്ചിട്ട് അതിലും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാൻ വെച്ചിരിക്കുക. അതൊക്കെ റെഡിയാകുമ്പോഴത്തേക്കും സവാള റെഡിയാക്കാം. സവാള തൊലിച്ച് വെച്ചു, കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ചെയ്യാം. ഇനി അടുത്ത ഇഞ്ചിയും മീൻ വെച്ചിട്ടുണ്ട്. ഇതങ്ങ് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇഞ്ചിയും കട്ട് ചെയ്ത് വെച്ചേ. ഇഞ്ചിയും അതുപോലെ ചെറുതായിട്ട് പച്ചവളവും അതുമാതിരി ചെറുതായിട്ട് കട്ട് ചെയ്യണം. തുള്ളിയും റെഡി ആയിട്ടുണ്ട്. ആണോന്നില്ല, കഴുകി തുടച്ചതാണ്. ഓക്കെ, അപ്പോൾ ഈ കോഴിക്കാലിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കടലമാവ്, അരിമാവ്, കായപ്പൊടി, മുളക് പൊടി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിച്ചപ്പ്, കരിവേപ്പില. എന്താണ്ട ഇതെല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ മിക്സ് ചെയ്യുന്നു എന്നുള്ളത് നമുക്കിനി നോക്കാം. മാവ് കട്ടി വേണം, പക്ഷേ ഒരുപാട് കട്ടി വേണ്ട, ലൂസാകണം. ലൂസായിട്ട് വേണം കുഴയ്ക്കാൻ. അപ്പോൾ അതെങ്ങനെയാണ് കുഴക്കുന്ന ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, റെഡി. ഇവിടെ ഇത്ര സ്പൂൺ അങ്ങനൊന്നുമില്ല, ആവശ്യത്തിന് നമുക്ക് ഇത്രയും കോഴിക്കാല് പൊരിക്കണം. അപ്പോൾ അതനുസരിച്ച് കോഴിക്കാല് ഞാൻ 3 ആയിട്ടിരിക്കുന്നത്. അതിലോട്ട് ഒരു 2 സ്പൂൺ അരിമാവ്, കുറച്ചും കൂടെ എന്താ പറയുക 1 സ്പൂണും കൂടെ നമുക്ക് കടലമാവ് ചേർക്കാം. ജസ്റ്റ് നമുക്ക് അതിലോട്ട് ഉപ്പിടാം. ആവശ്യത്തിന് ഉപ്പിട്ടു. അത് കഴിഞ്ഞിട്ട് മുളക് പൊടി, ഇത് എരിവുള്ള മുളക് പൊടിയാണ്. കാശ്മീരി ചില്ലി ആണോ ഇത്? അയ്യോ എരിയുന്നു. നല്ല സാധാരണ മുളക, നല്ല എരിവുള്ള മുളക. അപ്പോൾ കുറച്ച് വെള്ളം കുടിക്കട്ടെ. നിങ്ങളെ പറ്റാറുള്ളൂ എനിക്ക്. ഓക്കെ, നല്ല എരിവുണ്ട്. മുളക് കൂടി പോകേണ്ട, ആവശ്യത്തിന് മതി. പിന്നെ എന്നാലും അത്യാവശ്യം നല്ല എരിവ് വേണമല്ലോ. ഓക്കെ, മുളക് പൊടി ഇട്ട് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ചേർക്കാം. കായപ്പൊടി നമുക്ക് ശരിക്കും ഇതിൽ മുന്തി നിൽക്കണം. 1 സ്പൂണൊന്നുമില്ല. നമ്മളത് മാവ് കുഴച്ചിട്ട് അതനുസരിച്ച് ഇട്ടാൽ മതി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കായത്തിൻ്റെ സ്മെല്ല്. കുറച്ച് നന്നായിട്ട് ഇട്ടെങ്കിൽ നമുക്കിതിന് വെള്ളത്തിൽ കുഴക്കാം. ആദ്യം കുഴച്ചിട്ട് ബാക്കി ഐറ്റംസ് ചേർക്കാം. ഓക്കെ, വെള്ളം ആവശ്യത്തിന്, കൂടിയും പോകണ്ട വെള്ളം കുറഞ്ഞും പോകണ്ട. നമുക്കിതിനെ നന്നായിട്ട് കുഴക്കാം. കുഴക്കുന്നതിന് മുമ്പ് റിങ്ങൊക്കെ ഞാൻ ഊരി വെക്കട്ടെ, അല്ലെങ്കിൽ കാര്യം നടക്കില്ല. ഇതിവിടെ ഇരിക്കട്ടെ. ഈ റിങ്ങൊക്കെ ഊരി വെച്ചാലേ കാര്യം നടക്കുകയുള്ളൂ. ഓക്കെ, റെഡി. ഒന്ന് സെറ്റാക്കുക. നല്ലപോലെ ഇങ്ങനെ കുഴച്ചിട്ട് സെറ്റാക്കട്ടെ. ഉപ്പുണ്ടാകും നോക്കട്ടെ.
കറിവേപ്പില്ല. നല്ല എരിവുണ്ട്. കായപ്പൊടി കുറച്ചും കൂടി ഇടാം. ഇനി ലൂസാകണം. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ. എന്തായാലും കടലമാവിനൊരു കശർപ്പുണ്ടാവും, അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത്തിരി എരിവ് കൂടിയ സംശയമുണ്ട്. കൈ ഇടാൻ പേടിക്കണ്ട. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്കിതിൽ എന്തൊക്കെയാണ് ചേർക്കേണ്ടത്? കടലമാവ്, അരിമാവ്, മുളക് പൊടി, ഉപ്പ്, കായപ്പൊടി എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ചതച്ച് വെച്ച വെളുത്തുള്ളി. ഓക്കെ, പിന്നെ മുളക് ചെറുതായിട്ട് എരിഞ്ഞത് ആവശ്യമാണ്. എരിവ് കൂടാൻ പാടില്ല. മുളക് പൊടിക്ക് ഓൾറെഡി എരിവുണ്ട്. ഇഞ്ചി നല്ലപോലെ ചതച്ചത്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ആവശ്യത്തിനാണ്. അതൊരു ഒരു 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 ടേസ്റ്റിന് വേണ്ടി. ഓക്കെ, എത്ര ഉരുവുണ്ട്? കുറേ ഒരു. ഓക്കെ, അപ്പോൾ കുറച്ച് ഇഞ്ചി അത്യാവശ്യം വേണം. ഇച്ചിരി കൂടെ വെളുത്തുള്ളി ഇട്ടു. ഇനി നമുക്ക് മല്ലിയില എല്ലാവരും ചെറുതായിട്ട് കൊത്തിയൊക്കെ അരിയും. കൊത്തി അരിഞ്ഞിട്ടാലും ടേസ്റ്റാണ്. പക്ഷെ എനിക്കിഷ്ടം ഇങ്ങനെ പിച്ചിയിടുന്ന ഇഷ്ടം. ചെറുതായിട്ട് ഇങ്ങനെ അതിലോട്ട് പിച്ചിയിടുക. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് കപ്പയ്ക്കൊപ്പം കറിവേപ്പില. വേപ്പില ഭയങ്കര സ്മെല്ലാണ്, താളിക്കാനൊക്കെ നല്ലതാണ്. ഇതിലോട്ട് നന്നായിട്ട് കുറച്ച് കരിവേപ്പില നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇതിങ്ങനെ ഇടണം. ഓക്കെ, പിന്നെ വീണ്ടും കരിവേപ്പില ആവശ്യമുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഇതേപോലെ ഇട്ടാൽ മതി. ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ ടിക്ക് ടിക്ക് ഇങ്ങനെ മതി. ഓക്കെ, ആദ്യം ഇതൊന്ന് ഞാൻ മിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. കൈ കൊണ്ട് മിക്സ് ചെയ്യണം, സ്പൂൺ കൊണ്ടൊന്നും മിക്സ് ചെയ്യാൻ നിൽക്കണ്ട. കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ചേരുവ കറക്റ്റ് വരും. ഈ ലൂസ് കറക്റ്റാണ്. കുറച്ച് എരിവ് ഇഞ്ചി ഇട്ടാലും പ്രശ്നമില്ല. കറിവേപ്പില എത്ര കൂടിയാലും അതൊരു പ്രത്യേക ടേസ്റ്റാണ്. കോഴിക്കാലിൻ്റെ ടേസ്റ്റാണ്. മാക്സിമം കറിവേപ്പില വേണം. നമുക്കിനി അത് കൈ കൊണ്ടങ്ങ് നന്നായിട്ട് കുഴക്കാം. ആവശ്യത്തിന് അരിമാവ് എപ്പോഴും നല്ല പൊരിച്ചെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആവശ്യമുണ്ടെങ്കിൽ കളർ ചേർക്കാൻ, പക്ഷേ കളർ വേണ്ട, കറുത്തു പോകും നമ്മൾ ഉണ്ടാക്കുമ്പോൾ. ഇത്രയും ലൂസായിട്ട് വേണം നമുക്ക് കോഴിക്കാലിന് മാവ് കുഴക്കാൻ. എന്നാൽ അത് മുക്കിയിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ അതിൻ്റെ ആ ഒരു 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 എന്താ പറയുക, ആ ഒരു കോഴിക്കാലാവുള്ളൂ. അത്രയേ ഉള്ളൂ. ബാക്കി പിന്നെ പറയാം. കോഴിക്കാലിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിനുള്ള കോഴിക്കാലിന് വേണ്ട കപ്പ ചെറുതായിട്ട് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കതിനി ഓയിൽ, സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ. പക്ഷേ എനിക്ക് തോന്നുന്നു കോഴിക്കാൽ കുറച്ചും കൂടെ ടേസ്റ്റി ആവുന്നത് വെളിച്ചെണ്ണ. കാറ ചോക്കാത്തെങ്ങനെ കാറ ചോക്കൂല, അതില്ലാത്ത നല്ല വെളിച്ചെണ്ണയിൽ നമ്മൾ പൊരിച്ചെടുക്കാം. ഖൗലയുടെ കോക്കനട്ട് ഓയിൽ നമ്മൾ പൊരിച്ചെടുക്കുന്നതായിരിക്കും. അപ്പം എന്തായാലും സത്യം പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, സൂപ്പറാണ്, നല്ല സ്മെല്ലുണ്ട്. ഇത് വെളിച്ചെണ്ണ തന്നെയാണല്ല. കോക്കനട്ട് ഓയിൽ, കറക്റ്റാണ് കോക്കനട്ട് ഓയിൽ. നമുക്ക് എന്തായാലും ഓയിൽ ഒഴിക്കാം. പൊരിയണം. എണ്ണ എന്തായാലും ചൂടാവണം. നമുക്ക് പാട്ട് പാടിയാലോ? ഏത് പാട്ടാണ് പാടുക? ഇത് പാടാം. बदल जाएंगे मेरे यार, मगर इतना रखना ख्याल, जीना सिर्फ मेरे लिए, जीना सिर्फ मेरे लिए, कसम से जीना सिर्फ मेरे लिए, जीना सिर्फ मेरे लिए, ये दिन ये महीने सा बदल जाएंगे मेरे यार, अगर तुम तो रखना ख्याल, जीना सिर्फ मेरे लिए, जीना सिर्फ मेरे लिए, कसम से जीना सिर्फ मेरे लिए, जीना सिर्फ मेरे लिए, जीना सिर्फ मेरे लिए. എണ്ണ ചൂടായല്ലോ, നമുക്കിത് കോഴിക്കാലിട്ട് പൊരിച്ചെടുക്കാം.
ഗസല സുറുമ വരച്ച പെണ്ണേ റജില ചെമ്പകപ്പൂവിനുള്ള നിറമാ ചന്ദനമേനി നിന്റെ മഹിമ അറബിക്കഥയിലെ റാണിയായി ഒരു കിനാവിലും വന്നു നീ അർബനമുട്ടിൻ്റെ താളമായി അടിയുലഞ്ഞെൻ്റെ കൽവില് വെള്ളിമണിക്കൊലിസണിഞ്ഞ പെണ്ണേ വെണ്ണിലാവ് മോഹിക്കും നിന്നെ സുന്ദരി നീ വന്നു ഗസല സുറുമ വരച്ച പെണ്ണേ സജിത ചന്ദനമേനിയുള്ള നിറമാ ചന്ദനമേനി നിന്റെ മഹിമ നിന്നെയും പ്രയസിയാക്കുവാൻ മെഹറുമചാരത്തു വന്ന നാൾ അഴകിരും മംഗല്യ പന്തലിൽ മിന്നിത്തിളങ്ങിന നിന്ന നാൾ ഇമ്പപ്പൂ എൻ്റെ സഖിയാ ഇനിയെന്നും ആനന്ദം വരവാ സുന്ദരി നീ വന്നു ഗസല സുറുമ വരച്ച പെണ്ണേ ആര് പറയണം സുറുമ വരച്ച പെണ്ണേ ആര് പറയണം ലക്ഷ്മി ചേച്ചി ദാ സുന്ദരിക്കുട്ടി വന്നല്ലോ നമ്മുടെ ലക്ഷ്മി ചേച്ചി നോക്ക് എണ്ണ ചൂടായി കിടക്കുന്നു. ഇത് Yes. കോഴിക്കാല് എന്താ പറഞ്ഞേ? കോഴിക്കാല് തലശ്ശേരി സ്പെഷ്യൽ. അതെ അവിടെ മറ്റേ ബീച്ചിലൊക്കെ മറ്റേ അല്ലേ കുട്ടനാട് ബീച്ചിൽ ആ ഭാഗത്തെല്ലാം ഫേമസ് ആണ്. യെസ് അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയായി വറുത്തെടുത്താൽ മതി അല്ലേ? പാട്ടൊക്കെ പാടിയോ കുറേ പാട്ട് ഞാൻ പാടി കുറേ പാട്ട് വേറെ പണിയൊന്നും ഇവിടെ ഇല്ലല്ലോ. ഓഹോ പാട്ടിന്റെ റെസിപ്പി കുറേ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ആൾക്കാർക്ക് എന്തായാലും എൻ്റെ ആരാധകർക്ക് എല്ലാം ബോറടിക്കും. നമ്മുടെ പ്രോഗ്രാം എല്ലാവരും കാണുമ്പോൾ ആരാധകർക്കൊക്കെ വലിയ സന്തോഷം. ഇപ്പോൾ പാട്ട് കേൾക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. ഭയങ്കര സന്തോഷമാണ്. താങ്ക് യു. പാട്ട് വളരെ ലൈവ്ലിയാണ്, ബോറടിക്കാണ്ട് കാണാം. അയൽവാസികളെല്ലാം എങ്ങനെയുണ്ട്? അയ്യോ നല്ല അയൽവാസികളാണ്. കോപ്പി അടിക്കാൻ അറിയില്ല. ഇത് വേറെ ഐറ്റം ആയിട്ട് ആരും വരുന്നില്ല കോപ്പി അടിക്കാൻ. അങ്ങനെയാണല്ലേ? എല്ലാം മുരിയുന്നുണ്ട്. കരിഞ്ഞു പോകാൻ പാടില്ല. തീ കുറച്ച് വെക്കണം. ഇതാണ് ഞങ്ങളുടെ തലശ്ശേരി സ്പെഷ്യൽ. എൻ്റെ ഉമ്മാടെ ഉപ്പാടെ പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പിന്നെ ഇപ്പോൾ എൻ്റെയും അവർ ഓൾ ഫാമിലി ഫേവറേറ്റ് സാധനമാണ്. ഇപ്പോൾ എൻ്റെ ഫേവറേറ്റാണ് കോഴിക്കാല്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. വളരെ നല്ല ടേസ്റ്റിയാണ്, ഈസിയാണ്. എല്ലാവരും ഏത് ഗസ്റ്റ് വന്നാലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സ്നാക്സാണ്. ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. ഇനി ലക്ഷ്മി ചേച്ചിയും കൃഷ്ണേട്ടനും എന്ത് പറയുന്നത് അറിയില്ല. പക്ഷെ എന്നാലും ഞാൻ ഹാപ്പിയാണ്. വളരെ കാര്യമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്യണം. ഞങ്ങളുടെ
പ്രോഗ്രാം വിജയിപ്പിക്കണം. എന്നും കാണണം. നമ്മുടെ ഓരോ കണ്ടസ്റ്റൻസ് ഉണ്ടാക്കുന്ന ഓരോരോ ഫുഡും നിങ്ങൾ ശ്രദ്ധിക്കണം. ഒപ്പം ഉണ്ടാക്കിയ വേണം, ട്രൈ ചെയ്യണം. ഐ എം വെരി ഹാപ്പി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഈ അരിഞ്ഞ് വെച്ചിന ഈ സവോള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് എണ്ണയിട്ട് വഴറ്റും. ചട്ടി ചൂടായിട്ടുണ്ട്, കുറച്ച് എണ്ണ ഒഴിക്കാം. ഇരിച്ചിട്ട് ആ സമയം കൊണ്ട് മരിച്ചിനി എന്തായി നോക്കാം. ഇത് മരിച്ചിനി റെഡിയായിരിക്കാണ്. ഇപ്പോൾ ഉടയ്ക്കണം നന്നായിട്ട്. ആ ഉടയ്ക്കണ പാടുപെടുക. ഇവിടെ ശ്രദ്ധിക്കുക. ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഫിഷ് ആഡ് ചെയ്തു. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി ഇട്ടു, കുറച്ച് മസാലപ്പൊടി ഇട്ടു. അത് കഴിഞ്ഞ് നന്നായിട്ട് അതിലിട്ട് വഴട്ടുക. മീൻ മാത്രമാണ്. മീനും നേരത്തെ വഴട്ടിയ സാധനങ്ങളും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴട്ടുക. ഇത് ഏകദേശമായി. ഇതിൻ്റെ കൂടി നമുക്ക് കപ്പ ആഡ് ചെയ്യാം. മീനിൽ മരിച്ചിട്ട് വഴട്ടുക. ഇതിൽ നമ്മൾ നേരത്തെ ഉപ്പ് കുറച്ച് ആഡ് ചെയ്തു, ഫിഷിലും ആഡ് ചെയ്തു, ഈ കപ്പയിലും ആഡ് ചെയ്തു. ഉപ്പ് വരിയിടുക. സ്പൂൺ കൊണ്ട് വരി സ്റ്റൈൽ കാണിച്ചാൽ ചിലപ്പോൾ കൂടിപ്പോകും. അത് കൈ കൊണ്ട് വരിക. കുറച്ച് എരിവ് കുറവാണ് ഇതിൽ. അതുകൊണ്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് മസാലയും കുറച്ച് കുരുമുളക് പൊടിയും ഞാൻ ചേർക്കാൻ പോകുന്നു. കുറച്ച് കുരുമുളക് പൊടിയും. എരിവിന് അത്യാവശ്യമായ, എനിക്ക് നല്ല എരിവാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എരിവ് കൂട്ടിയത്. മസാലപ്പൊടി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതാണെങ്കിൽ കുറച്ച് കൊത്തമ്പരിയും കൂടി ആഡ് ചെയ്യാം ആവശ്യമുണ്ടെങ്കിൽ. കഴിച്ചു നോക്കാൻ പറയാം ഗുണമുണ്ടാകും. അത്യാവശ്യം സ്മെല്ലുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കണേ. ഉപ്പും എരിവൊക്കെ കറക്റ്റ് ഉണ്ടാകും. കുറച്ച് ഉപ്പ്. മസാല കുറച്ച് കുറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയം. കുറച്ച് മസാല അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളകും. എരിവുണ്ട് നന്നായിട്ട്. എന്തോ ഒരു കുറവ് പോലെ ഫീൽ ചെയ്തു. ഇത് റെഡി. ഓഫ് ചെയ്യാം. ഇനി മുട്ട ഒന്ന് ആവശ്യത്തിനെടുക്കണം. അതായത് എന്താ പറയുക, ഈ കട്ട്ലേറ്റ് മുക്കട്ടെ, അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് മുട്ട എടുക്കുക. ഇത് നന്നായിട്ട് അടിക്കണം. 4 മുട്ട എടുത്തു.
അറിയില്ലല്ലേ, തികയാതെ വന്നാൽ പിന്നെ രണ്ടാമത് അടിക്കേണ്ട ആവശ്യമില്ല. ഇഷ്ടമുള്ള ഷേപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ ഷേപ്പ് ചെയ്യാം. ദൈവമേ എങ്ങനെ ഇരിക്കും. ഇത് വെച്ചിട്ട് ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ടെൻഷനാവും. അത് എത്ര നേരം ഫ്രൈ ചെയ്യണമെന്നുള്ള എനിക്കറിയില്ല. പിന്നെ ഇതിൽ ശ്രദ്ധിച്ച് അതിൻ്റെ ഇത് പോവും. അതുകൊണ്ട് രണ്ടിലും കൂടി ശ്രദ്ധിക്കാൻ പറ്റില്ല. ആദ്യം അതെല്ലാം ഷേപ്പ് ചെയ്ത് വെക്കാം, വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്യാം. അപ്പോൾ ഷേപ്പ് ചെയ്ത് വെച്ചു, ഫുള്ളും ഷേപ്പ് ചെയ്തു. അപ്പോൾ അത് പൂർത്തിയായി. ഇനി അടുത്തത് മുട്ടയിൽ മുക്കുക, റൊട്ടി പൗഡറിൽ മുക്കുക, എണ്ണയിലിടുക. ചട്ടി ചൂടായി കഴിഞ്ഞാൽ എണ്ണ ഒഴിക്കണം. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു. ഇത് മുങ്ങി കിടക്കത്തക്ക രീതിയിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു. ഇനി തിളച്ചതിന് ശേഷം ഇത് നമുക്ക് ഇടാം. അപ്പോൾ എണ്ണ തിളച്ച് കഴിഞ്ഞു. മുട്ടയിൽ മുക്കുക. റൊട്ടി പൗഡറിൽ മുക്കുകയാണ്. കപ്പ ആൻഡ് ഫിഷ്. വ്രതം കഴിച്ചു നോക്കി എന്നിട്ട് പറഞ്ഞാൽ മതി വ്രതത്തിൻ്റെ കാര്യം. ടേസ്റ്റ് ഉണ്ട്, അത് എനിക്ക് ടേസ്റ്റ് തോന്നി. നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല. ആ അതെല്ലാം നല്ല എന്താ പറയാ, ഈ ഫിഷും ഈ മച്ചിനെയൊക്കെ നല്ല വഴട്ടി. അല്ല ഇനിയിപ്പം ഒരിക്കുമ്പോഴേ പെട്ടെന്ന് എടുക്കണം, കരിയാൻ നിൽക്കണ്ട. ബ്രൗൺ കളറാവും. ചെറിയ ബ്രൗൺ ആയാൽ മതി, ചെറിയ ബ്രൗൺ ആയാൽ മതി. എന്ന് വെച്ചാൽ അകത്തൊക്കെ വെന്തതല്ലേ. ഞാൻ എങ്ങനെ അറിയാമോ, നമ്മൾ കട്ട്ലേറ്റ് ബേക്കറിയിൽ നിന്ന് വാങ്ങൂല, അതാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ആണോ? എണ്ണയിലല്ലേ? എണ്ണയിലല്ല, അവര് മറ്റേ ഓവനിൽ വെച്ചിട്ട് എടുക്കും. ഇത് പക്ഷേ ഇത് പെട്ടെന്നേ ഒരുപാട് കരിയാൻ നിൽക്കണ്ട. ഇനിയിപ്പോൾ കത്തിക്കാല്ല, ഒന്ന് തീ കുറയ്ക്കും. ആ മതി മതി. ഇടാൻ പോവുക. അത് എൻ്റെ കയ്യിൽ ഇന്ന് അറിയില്ല, ഇനിയിപ്പോൾ നാളെ ആകുമ്പോൾ നോക്കിയോ കൈ. ടൂത്ത് പേസ്റ്റ് ഉണ്ടോ ആരെങ്കിലും കയ്യിൽ? സൈഡൊക്കെ പ്ലേറ്റിനൊപ്പം കൈയും കൂടെ പൊരിച്ചു. സൈഡ് 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 ദൈവമേ, എരിഞ്ഞിട്ടൊരു പരുവാണ്. ചെയ്യാത്തോണ്ടാണ് നിഷ ഹെൽപ്പ് ചെയ്യണത്. തണുത്തണ കാര്യം എന്ന് പറയണ്ട, ഉള്ളിവട ഇരുന്നാണ്ടില്ലേ.
മതി. ഇതിപ്പോൾ നമ്മൾ ബ്രെഡ് പൊടി മാത്രമല്ലേ. താങ്ക്സ് ഇയാൾക്ക് അവിടെയും ജോലി ഇവിടെയും ജോലി. അത് കുഴപ്പമില്ല. എൻ്റെ കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞ് പുറത്തൊക്കെ ഒന്ന് പോയി കറങ്ങി തിരിച്ച് വന്നപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്. കൈ പൊള്ളി. ഇപ്പം എന്താ പെട്ടിരിക്കുന്ന കയ്യിൽ? കൈ ക്രീം കിട്ടിയോ? വിഷ വന്നപ്പോൾ സംസാരിച്ചതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇട്ടത് എണ്ണയിലായി അല്ലേ? എണ്ണയിലായിപ്പോയി. ഇപ്പം എന്താ പറ്റിയ കയ്യിൽ? ഒരു ഓയിൽമെൻറ്റ് ഏതായാലും പണി കഴിഞ്ഞു അല്ലേ? നിഷ ഹെൽപ്പ് ചെയ്തു. ഫൈനൽ സ്റ്റേജ് ഇട്ട് തുടങ്ങിയപ്പോഴല്ലേ കൈ, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് കുഴയ്ക്കാനും എല്ലാം ബുദ്ധിമുട്ടായിരുന്നു. കട്ട്ലറ്റ്, കപ്പ ഫിഷ് നല്ലതായിരുന്നു. കാര്യം കപ്പയും ഫിഷും നല്ല കോമ്പിനേഷൻ അല്ലേ? എങ്ങനെ കഴിച്ചോകം പറയാം, അത് ഉണ്ടാക്കണമെന്നൊക്കെ ഇരിക്കില്ലേ. എന്നാലും കണ്ടിട്ട് നന്നായിരിക്കണമെന്ന് തോന്നുന്നു.